നമസ്കാരം. ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഒരാളുടെ പ്രശ്നങ്ങൾ കേട്ടാൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുമോ? ഇത് ഇടാൻ ആധാരമായിട്ടുള്ള ഈ വീഡിയോ ഇടാൻ ആധാരമായിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ക്ലാസ്സിന് ചെന്നപ്പോൾ അവിടെ ക്ലാസ്സിന് വന്ന ഒരാൾ ചോദിച്ചു, സാറേ എനിക്ക് ഹീലിംഗ് പരിപാടികളൊന്നും അറിയില്ല, പക്ഷേ ഞാനൊരു ഒരു ഒന്ന് രണ്ട് പേരോട് സംസാരിച്ച് അവരുടെ കയ്യിൽ പിടിച്ചപ്പോൾ എൻ്റെ എനർജി അവരിലേക്ക് കയറി പോകുന്ന പോലെ തോന്നുകയും അവരുടെ നെഗറ്റീവ് എനർജി, അവർക്ക് എന്തൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു അതൊക്കെ എന്നിലേക്ക് വരികയും ചെയ്തു. ഞാൻ ഇതൊന്നും പഠിച്ചതല്ല, ഇതെന്താണ് ഇതിനകത്തെ സത്യം. അപ്പോൾ ഞാനിത് നേരത്തെ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഒരാൾ വന്നിട്ട് നമ്മളോട് അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ ഹൈ പോസിറ്റീവ് ഇരിക്കുന്ന ആളാണെങ്കിൽ, ഇത് മെഡിറ്റേഷൻ ഒന്നുമില്ല സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി അവരിലേക്ക് പോയിട്ട് അവർക്കൊരു ആശ്വാസം കിട്ടും. പലപ്പോഴും നമ്മൾ പറയും, ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി, ചേട്ടനോട് സംസാരിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം കിട്ടി. അത് അവരുടെ നെഗറ്റീവ് നമ്മളിൽ സമർപ്പിക്കുക. അതിനുശേഷം നമ്മുടെ പോസിറ്റിവിറ്റി അവരിലേക്ക് ചെന്നിട്ട് അവർക്ക് ആശ്വാസം കിട്ടും. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? അതൊരു നോർമൽ പ്രക്രിയയാണ്. കാരണം നെഗറ്റിവിറ്റി എപ്പോഴും ഒരാളിൽ ഉണ്ടാകുന്ന സമയത്ത് അത് നെഗറ്റീവ് ഫീലിങ്സും നെഗറ്റീവ് എനർജിയും അയാളുണ്ടാവും. ഹൈ പോസിറ്റിവിറ്റി ഇരിക്കുന്ന ഒരാൾക്ക് ഇത് കേൾക്കുന്ന ആൾ, അയാൾ എന്ത് പറയും? പോട്ടെ, സാരമില്ല, എല്ലാം ശരിയാവും, അല്ലെങ്കിൽ എല്ലാം റെഡിയാവുന്ന അയാളുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുന്ന സമയത്ത് ആ പോസിറ്റീവ് എനർജി ട്രാൻസ്ഫർ അവർ പോലും അറിയാതെ മറ്റവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർ റിസീവ് ചെയ്തിട്ട് അവർ പോസിറ്റീവ് ആകും. മറ്റവർ ആ നെഗറ്റീവ് എനർജി കേട്ടിട്ട് ഇവർ നെഗറ്റീവ് ആവും. ഇത് എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, പലപ്പോഴും മെഡിറ്റേഷനിലൊക്കെ നമുക്കിത് ഒരാളുടെ ഹീൽ ചെയ്യുന്ന സമയത്ത് അവരുടെ നെഗറ്റീവ് എനർജി വലിച്ചു കളഞ്ഞ് നമ്മളുടെ എനർജിയാണ് പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്യുന്നവരിലേക്ക്. നമ്മളുടെ എനർജി നമ്മുടെ കൈകളിലൂടെയോ നമ്മളുടെ മറ്റ് ചക്രാസിലൂടെയോ ഒക്കെ ആ എനർജി ട്രാൻസ്ഫർ ചെയ്യിച്ചിട്ട് അവരിലേക്ക് എത്തിച്ചിട്ട് ആ എനർജി അവർക്ക് കിട്ടുമ്പോഴാണ് അവർ പോസിറ്റീവ് ആകുന്നത്. അപ്പം നമുക്കൊരു ലോസ് ഉണ്ടാവും. ഇപ്പം നമ്മളൊരു വലിയ പാത്രത്തിൽ ജലം നിറച്ചിരിക്കുകയാണ്, ആ ജലത്തിൽ നിന്ന് കുറേശ്ശെ നമ്മൾ ഓരോ കപ്പ് കൊണ്ട് കോരിയെടുക്കുകയാണ്, ജലം കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ റീഫിൽ ചെയ്താൽ പിന്നീട് സ്റ്റേബിളായിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ ആ ജലം തീർന്ന് അവസാനത്തെ കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുടം കാലിയാവും എന്ന് പറയുന്നതാണ് നമ്മളുടെ എനർജി. അപ്പം നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത്, ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ മെഡിറ്റേഷനിൽ ഇരുന്ന ഒരു ഹീലിംഗ് പ്രശ്നങ്ങളൊക്കെ തീർത്ത് എല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ ക്ലെൻസും ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ലോസ് ഉണ്ടാവും. ആ ലോസ് ഉണ്ടാകുന്ന പരബ്രഹ്മത്തിൽ നിന്നും ആ എനർജി നമ്മളിലേക്ക് വലിച്ചെടുത്ത് ആ എനർജി കൊണ്ടാണ് നമ്മൾ വീണ്ടും അടുത്ത ദിവസം കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് മൊബൈലിൻ്റെ ബാറ്ററി റീചാർജിങ് പോലെയാണ്. ബാറ്ററി ഡൗൺ ആകുന്ന സമയത്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. സാധാരണക്കാർക്ക് എങ്ങനെ സാധിക്കും? മെഡിറ്റേഷൻ ഒന്നും ഇല്ലാത്തവർക്ക് അവർക്ക് നാമം ജപിക്കാം, ഈശ്വരനാമം ജപിക്കാം, ക്ഷേത്രങ്ങളിൽ പോവാം, ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി കുറേ സമയം ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ചിരിക്കാം, പ്രാർത്ഥിക്കാം, നാമം ജപിക്കാം, അല്ലെ ദേവതകൾ ലളിതാ സഹസ്രനാമം ചൊല്ലാം, വിഷ്ണു സഹസ്രനാമം ചൊല്ലാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ദുർഗാ അല്ലെങ്കിൽ അഷ്ടോത്തരം ചൊല്ലാം, ശിവന്റെ സഹസ്രനാമം ചൊല്ലാം, എന്തൊക്കെ ഓം നമ ശിവായ ചൊല്ലാം, ഓം നമോ നാരായണായ ചൊല്ലാം. ഇങ്ങനെ പോസിറ്റിവിറ്റി കിട്ടുന്ന മന്ത്രങ്ങളോ ജപങ്ങളോ അതേപോലെയുള്ള പോസിറ്റിവിറ്റി കിട്ടുന്ന മ്യൂസിക്കോ അല്ലെ കണ്ണടച്ചിരിക്കുകയോ ക്ഷേത്രത്തിൽ പോയിരിക്കുകയോ യോഗയോ എന്തും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കേട്ടാൽ പലപ്പോഴും പണ്ട് കണ്ടിട്ട് നമ്മൾ തലക്കുഴിഞ്ഞ് കടുകൊക്കെ ഇടാറുണ്ട്, നമുക്ക് ആ ദോഷം വരാതിരിക്കാൻ, ആ എനർജി വരാതിരിക്കാൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്ഷേത്രത്തിൽ പോവുക, ജപിക്കുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി മാറ്റിയിരിക്കണം. ഒരാളുടെ നെഗറ്റിവിറ്റി കേട്ടാൽ നമ്മളുടെ പോസിറ്റിവിറ്റി അവരിലേക്ക് കൊടുത്തിട്ട് ആ നെഗറ്റീവ് നമ്മളിലേക്ക് എത്തും. പലപ്പോഴും സ്ത്രീകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുക. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരാളുടെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വ്യത്യാസം മുതൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പം തന്നെ പറയും, ഓ അവളോട് ഞാൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യം അവരുടെ സങ്കടം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതായിപ്പം മിക്കപ്രതിയില്ല, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ലോക സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോവുകയോ പുണ്യജലത്തിൽ കുളിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ നാമം ജപിക്കുകയോ ഒക്കെ ചെയ്യും. സന്ധ്യാദീപം കത്തിച്ച് വെക്കുക, അല്ലെങ്കിൽ മുറിക്കുള്ളിൽ നെയ്ത്തിരി കത്തിച്ച് വെക്കുക, പോസിറ്റീവ് എനർജി വെക്കാൻ നെയ്ത്തിരി കത്തിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക, ജപിക്കുക, നാമം ജപിക്കുക, ഈശ്വരനാമങ്ങൾ ജപിക്കുക, അത് ലളിതാ സഹസ്രനാമം ജപിക്കുക, അതേപോലെയുള്ള പുണ്യകാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ നെഗറ്റിവിറ്റി കളയുക, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ചെറിയൊരു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു. നന്ദി.